നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അന്തരിച്ച സഖാവ് കാനം രാജേന്ദ്രന്റെ അനുസ്മരണ യോഗം ഡിസംബർ 12 വൈകിട്ട് 5 മണിക്ക് CPI പത്തനാപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്തനാപുരത്ത് വെച്ച് നടത്തി. യോഗത്തിൽ പത്തനാപുരം MLA KB ഗണേഷ് കുമാറും സ്ഥലത്തെ പ്രമുഖ പൗരന്മാരും പങ്കെടുത്തു. സഖാവ് കാനം രാജേന്ദ്രന്റെ വിയോഗത്തിൽ CPIക്ക് നഷ്ടപ്പെട്ടത് കരുത്തും സൗമ്യതയും ഒരുപോലെ നിയന്ത്രിച്ചിരുന്ന നേതാവിനെയാണ്. നിലപാടുകളിലെ വ്യക്തതയും കൃത്യതയുമായിരുന്നു സഖാവിന്റെ മുഖമുദ്ര. ആ പ്രൈവറ്റ് മെമ്പർ ബില്ലിൽ പറഞ്ഞിരുന്ന ക്ഷേമനിധിയാണ്, കാലത്തിൻ്റെ ആവശ്യമാണ്. പിന്നീട് ഗവൺമെൻറ് ക്ഷേമനിധി ബില്ലായി, നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധി ബില്ലായി ഗവൺമെൻറ് തന്നെ കൊണ്ടുവന്നു. വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നിയമസഭയിൽ കാഴ്ചവെച്ച പ്രഗത്ഭനായ നല്ലൊരു പാർലമെൻറ്റേറിയനായിരുന്നു സൗകാൻ. അസംബ്ലിയിലെ ജീവനക്കാർ 91 ഞാൻ നിയമസഭയിൽ എത്തിച്ചേരുമ്പോൾ കാനത്തിൻ്റെ നിയമസഭാ പ്രസംഗങ്ങളെ സംബന്ധിച്ചും കാനത്തിൻ്റെ ഒരു പെർഫോമൻസിനെ സംബന്ധിച്ചുമൊക്കെ അന്ന് ധാരാളം പറഞ്ഞിട്ടുള്ളത് ഞാനിപ്പോൾ ഓർക്കുന്നു. കാനം ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നിയമസഭാ സാമാജികൻ തന്നെയായിരുന്നു. അന്ന് പത്രങ്ങളിൽ വരുന്ന വാർത്തകളിൽ നിയമസഭയിൽ നടത്തുന്ന പ്രസംഗങ്ങളിലെ ചില വാക്കുകൾ പെട്ടെന്ന് പത്രമാധ്യമങ്ങൾ ക്യാച്ച് ചെയ്യുന്ന വാർത്തകളായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും കാനത്തിൻ്റെ പ്രസംഗം ശ്രദ്ധിക്കുമായിരുന്നു. ദീർഘമായി പറഞ്ഞു പോയാൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിനുശേഷമാണ് AITUCയുടെ സംസ്ഥാന സെക്രട്ടറിയായും പ്രസിഡൻ്റായും ഒക്കെ പ്രവർത്തിക്കുന്നത്. 2015 കോട്ടയം പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ വെച്ചാണ് കാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതിനുശേഷമാണ് AITUCയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് എന്ന പദവി സ്വീകരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ കാനമെടുത്ത ചില ഉറച്ച രാഷ്ട്രീയ നിലപാടുകൾ കേരള രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നായിരുന്നു അന്ന് ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്ന ശ്രീ തോമസ് ചാണ്ടി, കുട്ടനാട് MLA കൂടിയായിരുന്ന ശ്രീ തോമസ് ചാണ്ടിയുമായി ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങളും അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പ്രത്യേക നിലപാടെടുക്കേണ്ടി വന്നതുമാണ്. നമ്മളെല്ലാം പ്രിയങ്കരനായി എന്നും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിന്ന കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒരു കരുത്തനായ നേതാവ് എന്നതിലുപരിയായി കേരള രാഷ്ട്രീയത്തിലെ പൊതുസമൂഹത്തിൽ നിറഞ്ഞു നിന്ന നേതാവായിരുന്നു ശ്രീ കാനം രാജേന്ദ്രൻ. സഖാവ് കാനം രാജേന്ദ്രൻ്റെ വേർപാടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ശ്രീ കാനത്തെക്കുറിച്ച് വളരെ അടുത്ത് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞ ശ്രീ പ്രകാശ് രാവ് ചേട്ടൻ പറഞ്ഞു. വളരെ വിശദമായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയ കാലം മുതലുള്ള കാര്യങ്ങൾ അദ്ദേഹം വളരെ അവസാന കാലം വരെയും അദ്ദേഹത്തോടൊപ്പം പാർട്ടി നേതൃത്വത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞ അനുഭവങ്ങൾ പങ്കുവച്ചു. ഞാൻ വളരെ ചെറുപ്പമായിരിക്കുമ്പോഴാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരുന്നത്. അപ്പം എനിക്ക് അന്നറിയാം, അച്ഛൻ നിയമസഭാംഗമാണ്. അന്ന് ഒരു ചരിത്ര വിജയം കൈവരിച്ചതുകൊണ്ടാണ് ആ നിയോജക മണ്ഡലത്തിൽ നിന്നും ശ്രീ സഖാവ് കാനം വിജയിച്ചു. അവിടെ അങ്ങനെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ജയിക്കുന്ന ഒരു സാഹചര്യമുള്ള സ്ഥലം. അവിടെ ശ്രീ കാനത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് ഒരു അട്ടിമറി വിജയമായിരുന്നു. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ പാർലമെൻ്ററി രംഗത്തേക്ക് കടന്നുവരുന്ന ഏറ്റവും യുവത്വം തുളുമ്പുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ അട്ടിമറി വിജയത്തോടെയാണ് അദ്ദേഹം കേരളത്തിൻ്റെ നിയമസഭയിൽ. നമ്മൾ എന്തെങ്കിലും വിഷയം പറഞ്ഞാൽ വളരെ സ്നേഹത്തോടെ കാണും. എല്ലാവരോടും ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ മന്ത്രി രാജൻ, പ്രസാദ്, ഇവരൊക്കെ സംബന്ധിച്ച് ഒരു മൂത്ത ജ്യേഷ്ഠൻ ഇവരെ ശകാരിക്കും, അതുപോലെ സ്നേഹിക്കും. അവരെ അദ്ദേഹത്തെ കാണുന്നത്, ഞാൻ അദ്ദേഹം മരിച്ചപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു, അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര കടന്നു പോകുമ്പോൾ ഇവരെല്ലാം നിൽക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകരായിട്ടല്ല, സ്വന്തം സഹോദരൻ, മൂത്ത ഒരു സഹോദരൻ, കുടുംബത്തിലെ ഒരു കാരണവർ നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മൾ വഴി കാട്ടുന്ന ഒരു സ്നേഹനിധിയായ വ്യക്തിത്വം നഷ്ടപ്പെട്ടു എന്ന ചിന്തയിലാണ് അവരെ എല്ലാം കാണാൻ കഴിയും. അത് ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരെന്ന നിലയിൽ സ്നേഹം കൊടുക്കുകയും കർക്കശമായ നിലപാടുകൾ എടുക്കുകയും ചെയ്യുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കാൻ
ശ്രീ കാനത്തിന് കഴിഞ്ഞു. ചെഗുവേരയുടെ രൂപം മാത്രമല്ല, അന്നത്തെ കാലത്ത് നിയമസഭയിൽ കത്തി ജ്വലിച്ചു നിന്ന ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് രാഷ്ട്രീയ രംഗത്ത് കോട്ടയം ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെവിടെയും യുവജനങ്ങളുടെ ഇടയിൽ ഏറ്റവും ആകർഷണീയതയുള്ള ഒരു നേതാവായി അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചു. രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുമ്പോൾ തന്നെ CPI എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കരുത്ത് പകർന്നുകൊണ്ട് ശക്തമായ നേതൃത്വം നൽകിക്കൊണ്ട് വ്യക്തമായ കാഴ്ചപ്പാടിലും ദിശയിലും പാർട്ടിയെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയ വളരെ സമാരാധ്യനായ, കേരളം ബഹുമാനിക്കുന്ന, കേരളം സ്നേഹിക്കുന്ന, കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവായി അദ്ദേഹം ജീവിച്ച അകാലത്തിൽ നമ്മെ വിട്ടിരുന്നു. അകാലത്ത് തന്നെയാണ് അദ്ദേഹത്തിന് ഒരു 10 വർഷം കൂടി എങ്കിലും ഏറ്റവും കുറഞ്ഞത് സജീവ രാഷ്ട്രീയത്തിൽ നിൽക്കാനുള്ള കരുത്തുണ്ടായി. പത്തനാപുരത്ത് പോലും നമുക്കറിയാം 82-ൽ LDF പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ആ ഘട്ടത്തിൽ കോട്ടയം പോലെ UDF കരുത്തുള്ള ഒരു മേഖലയിൽ MLA ആയി യുവജന നേതാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുമായ കാനം തെരഞ്ഞെടുക്കപ്പെട്ടു. ഒരു അട്ടിമറി വിജയം എന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെട്ടതാണ്. ആ നിലയിൽ വളരെ ശ്രദ്ധേയനായ മറ്റൊരു ഘട്ടം അതായിരുന്നു. പിന്നീട് അദ്ദേഹം MLA എന്ന നിലയിലും പാർട്ടി നേതാവ് എന്ന നിലയിലും ട്രേഡ് യൂണിയൻ നേതാവ് എന്ന നിലയിലും ഒക്കെ നടത്തിയ ഒട്ടേറെ പ്രവർത്തനങ്ങൾ പിന്നീടുള്ള ചരിത്രത്തിന്റെ ഭാഗമാണ്. എന്നാൽ 2015-ൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം സ്വാഭാവികമായും സംസ്ഥാന രാഷ്ട്രീയത്തിൽ അത്രയും നിർണായകമായ ഇടപെടൽ നടത്താൻ കഴിയുന്ന ഒരവസ്ഥ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം വരുമ്പോൾ മാത്രമാണല്ലോ. എന്നാൽ 2015 മുതലുള്ള സംസ്ഥാന രാഷ്ട്രീയത്തിലെ നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായ ഒരു സ്ഥാനം നേടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതാണ്. അദ്ദേഹം ആർജിച്ച വലിയൊരു അംഗീകാരം അത് കേരള രാഷ്ട്രീയത്തിലെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്.